ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വൈറലായിട്ടുള്ള മസ്ക ബന്നും ഇറാനി ചായ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ പോലെയല്ല, ഒരു വ്യത്യാസമായിട്ട് 3 ഫ്ലേവറിലാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. സ്ട്രോബെറിയും ചോക്ലേറ്റും നോർമൽ ബട്ടറുമാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. എന്തായാലും മക്കൾക്കും നമുക്കും എല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളിയാണ്. വൈറൽ എന്ന് പറഞ്ഞാൽ വെറുതെ ആയിട്ടില്ല. പിന്നെ ഇറാനി ചായ അത് പൊളിയാണ്. ഞാൻ വിചാരിച്ചിട്ടില്ല. സാധാരണ ഞാൻ മിൽക്ക് ടീ കുടിക്കലില്ല, പക്ഷേങ്കിൽ ഇത് കുടിച്ചപ്പം ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിതിൽ ചോക്ലേറ്റ് ഒന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ബട്ടർ കാണിക്കാം. 100 ഗ്രാമിൻ്റെ 2 ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടർ, അതായത് ഉപ്പില്ലാത്ത ബട്ടർ. പിന്നെ മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബട്ടറിൽ മിക്സ് ആക്കാനും വേണം, പിന്നെ പാല് ചേർക്കാനും വേണം. ഇനി കാണിക്കാൻ പോകുന്നത് ന്യൂട്ടെല്ലയാണ്. ന്യൂട്ടെല്ല ഫ്ലേവർ ഞാൻ മിക്സ് ആക്കി എടുക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റും എടുക്കാം. ഇത് പരീക്ഷണമാണ്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ സ്ട്രോബെറി എടുക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ നെസ്റ്റോയിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഫർ ഉള്ളതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. സ്ട്രോബെറിക്ക് 4.99 അങ്ങനെയാട്ടാ വന്നത്. പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ പാലെടുത്തിട്ടുണ്ട്, 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പട്ട, കറാമ്പ്, ഏലക്കായ എടുത്തിട്ടുണ്ട്. അടുത്തത് ചായപ്പൊടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതെന്താ കുറയുന്നത്? സാധാരണ ബൻ മസ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബട്ടറും മിൽക്ക് മെയ്ഡേ വേണ്ടുള്ളൂ. പിന്നെ ഞാൻ 3 ഫ്ലേവർ എടുക്കുന്നതുകൊണ്ടാണ് ലാസ്റ്റായിട്ട് ബണ്ണ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 6 ബന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 3 ഫ്ലേവർ ആഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് പിങ്കിൻ്റെ ആളാണ്. അന്നേരം തന്നെ സ്ട്രോബെറി കണ്ടപ്പം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോനിക്ക് ചോക്ലേറ്റ്, പിന്നെ നമുക്ക് നോർമൽ ബട്ടറും, അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ ബൺ മസ്കേൻ്റെ വീഡിയോ പിന്നെ അത് സെയിൽ ചെയ്യുന്നതെല്ലാം കാണുന്നത്. പിന്നെ നമ്മൾ എപ്പം ലാസ്റ്റേ വരുള്ളൂ. അത് ട്രെൻഡ് കയ്യെ നോക്കുമ്പോൾ നമ്മൾ വരുള്ളൂ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരിക എന്ന് പറയൂലേ, അതുപോലെയാണ്. എല്ലാം കൂടി ഒത്തു വന്നത് ഇപ്പോഴാണ്. അപ്പം ഞാൻ സ്ട്രോബെറി ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ജാമാണ് ഉണ്ടാക്കുന്നത് ഈ സ്ട്രോബെറി കൊണ്ട്. ആദ്യമായിട്ടാണ് ജാം ഉണ്ടാക്കുന്നത്. ഇവർക്ക് മധുരം അത്ര ഇഷ്ടമില്ല. ന്യൂട്ടെല്ല കഴിക്കുമെങ്കിലും ജാമൊന്നും അങ്ങനെ കഴിക്കലില്ല. ഇവർ കഴിക്കോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിങ്ക് കളറാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടണ്ടേ. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസുമ്മൽ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഞാനിതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, പിന്നീട് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി വെള്ളം കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. വെള്ളം ആവശ്യമില്ല, കാരണം സ്ട്രോബെറിയിലും ഷുഗറിലെല്ലാം വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മെൽട്ടായി വരും. ഞാനിതാ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര്, ലെമൺ ജ്യൂസ് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ടും വീണ്ടും ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് ജാമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടില്ല. അത് നന്നായിട്ട് ടൈറ്റായിട്ട് ഒരു കടിക്കുന്ന രൂപത്തിലാണ് സ്ട്രോബെറി ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ മക്കൾ വന്നിട്ട് സ്പൂണിനെല്ലാം സ്ട്രോബെറീൻ്റെ ജാം എടുത്ത് നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. നമുക്ക് ഷോപ്പ് കിട്ടുന്ന അതേപോലെ കിട്ടിയിട്ടുണ്ട്. വല്ലാണ്ടങ്ങ് മധുരയില്ലാണ്ട് പിന്നെ ചെറിയ രീതിയിലൊരു പുളിപ്പും ചെറുനാരങ്ങൻ്റെ ഫ്ലേവറിലുള്ളതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാനിതൊരു ചെറിയ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ട്രോബെറിക്ക് ഇത്രയും ഒരു ജാമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ട് ഈ ചൂടായി വരുന്ന ടൈമിന്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് നമുക്ക് ഓർഗാനിക് ആയിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാം. രാവിലെ ഒരു ബ്രെഡിൻ്റെ ഒപ്പം എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റും. ഇത് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇറാനി ചായേൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചായപ്പൊടിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ ടോട്ടൽ 1.5 ടേബിൾ സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കുറുകി വരുന്നതാണ്. ഇതിലേക്ക് പട്ട, കറാമ്പ്, ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്കായും ഒരു 2 കറാമ്പും 2 ചെറിയ പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് കുറുക്കി എടുക്കുന്നതാണിത്. ഇനി ആ ഒരു ടൈമിൽ തന്നെ ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതും ചെറിയ തീയിൽ കുറുക്കി എടുക്കേണ്ടതാണ്. അടി പിടിക്കാണ്ട് നോക്കണം. പിന്നെ ഇതിൽ നമ്മൾ ഷുഗർ ഇടുന്നേ ഇല്ല. ഈ ഒരു ഇറാനി ചായക്ക് ഷുഗറിൻ്റെ അളവേ ഇല്ല. മിൽക്ക് മെയ്ഡ് ഇട്ടുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചെറിയ തീയിലാണ്. സാധാരണ ഞാൻ ചായ ലവറല്ല,
ഞാൻ ബ്ലാക്ക് ടീ ആണ് കുടിക്കൽ, അത് രാവിലെയും വൈകുന്നേരവും. ഹസ്ബൻഡിനാണ് ഈ ഒരു കടുപ്പത്തുള്ള ചായ കുടിക്കൽ, അതുകൊണ്ട് തന്നെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ബട്ടർ മിക്സാക്കി എടുക്കാം. ശരിക്കും ബട്ടർ റൂം ടെമ്പറേച്ചറിലാണ് വേണ്ടത്. കുറേ നേരം നമ്മൾ പുറത്ത് വെക്കണം, അതൊന്ന് മെൽട്ടായി കിട്ടണം. എൻ്റെ ഒന്ന് ഫെയിലായി പോയിട്ടുണ്ട്, ഞാനത് കുറച്ച് ടൈമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മിക്സാക്കി എടുക്കാൻ എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടേണ്ട വന്നിട്ടുണ്ട്. ഒരു 200 ഗ്രാം ബട്ടറിൻ്റെ ചെറിയൊരു ഭാഗമേ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഞാനൊരു 1/4 കപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൽ മിൽക്ക് മെയ്ഡ് അധികം വേണമെന്നേ ഇല്ല, അത് നമുക്ക് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ ഒരു നുള്ളി ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, ഓപ്ഷനാണ്. ഒരു വനില ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ബട്ടറും മിൽക്ക് മെയ്ഡും ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വൈറൽ എന്ന് പറയുന്നതാണോ എന്ന്. പക്ഷേങ്കിൽ ഇതൊരു മിക്സാക്കി എടുത്തിട്ട് നമ്മളൊന്ന് തൊട്ടോക്കിയാൽ മതി, നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാനിതിനെ 3ആയി തരംതിരിക്കുന്നതാണ്. ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് വേറെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് 3 ഫ്ലേവർ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എത്തുമോ 2 ബന്നിനെന്ന് അറിയില്ല, അഥവാ 2 ബന്നിന് എത്തിയിട്ടില്ലെങ്കിൽ 1 ആക്കിയെടുക്കും. അങ്ങനെ 6 പകരം പകുതിയാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സ്ട്രോബെറി ജാം മിക്സാക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ചേ മിക്സാക്കിയിട്ടുള്ളൂ, പിന്നീട് ഞാൻ കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളടുത്ത് ഉണ്ടല്ലോ, പിന്നെ പേടിക്കാനില്ല. ഇത് മിക്സാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ബട്ടറിലുണ്ട്. സ്പൂണിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടാവും, കാരണം ഇത് ഗീ ആണല്ലോ. അങ്ങനെ ഞാൻ സ്ട്രോബെറി ഫ്ലേവർ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസാക്കിയിട്ട് നിങ്ങൾ കാണുന്നില്ലേ സ്ട്രോബെറി കഷ്ണം. ഞാനിതിനെ പിങ്കി മസ്ക ബൻ എന്ന് വിളിക്കുന്നുണ്ട്, ഒരു പിങ്കി ടച്ചുള്ളതുകൊണ്ട്. എന്തായാലും മോൾക്ക് ഇഷ്ടപ്പെടും, അവൾ പിങ്കി ഫാൻ ആയതുകൊണ്ട്. അങ്ങനെ രണ്ടാമത്തെ ബട്ടറിൽ ന്യൂട്ടെല്ല ആഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. ന്യൂട്ടെല്ല നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ടും ഇട്ട് കൊടുക്കാം. ന്യൂട്ടെല്ല ഉള്ളതുകൊണ്ടാണ്, ഇവിടെ ഓഫർ ഉള്ളതുകൊണ്ട് ന്യൂട്ടെല്ലക്കും സ്ട്രോബെറിക്കെല്ലാം നല്ല കുറവുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കുന്ന ടൈമിന് എനിക്ക് പെർഫെക്റ്റ് ആക്കണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ട്, നല്ല വൃത്തിക്കും നീറ്റിലും ഉണ്ടാക്കി എടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ 3 ഫ്ലേവറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ബന്നിലേക്ക് മിക്സാക്കി എടുക്കണം. കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, ബട്ടർ നമ്മളെ ചതച്ചിട്ടില്ല. അങ്ങനെ 6 ബന്നും കൂടിയിട്ട് ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടറിൽ ഞാനിത് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ആദ്യം തന്നെ ഞാനിത് 2ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇത് പകുതിയാക്കിയിട്ടാണ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അങ്ങനെ എല്ലാം ഞാൻ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ബണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ടോസ്റ്റാക്കി എടുക്കുമ്പം ഒരു ക്രിസ്പിനെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. സാധാരണ എല്ലാവരും നോർമലായിട്ട് ഇങ്ങനെ ഇടുന്നതാണ് കാണൽ. ഈ ഒരു മസ്ക ബണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര ജനങ്ങളാണെന്നറിയോ ക്യൂ നിന്നിട്ടെല്ലാം നിൽക്കുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചതാണ് എന്താ ഇതിന് ഇത്ര പ്രത്യേകത, കാരണം നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്താണ് ഇതിന് പ്രത്യേകത. ആരാ ഇത് കണ്ടുപിടിച്ചതൊന്നും അറിയില്ല, പക്ഷെങ്കിൽ ഇത് ക്ലിക്കായിട്ടുണ്ട്. കുറേ പേർക്ക് ഇത് ജീവിതമാർഗമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നോർമൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തത്, നോർമൽ ക്രീം അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ബന്നീൻ്റെ ഒരു സൈഡ് തേച്ച് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ചുറ്റും കൂടി ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, പക്ഷേ കളർ മാറ്റുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ബട്ടർ മസ്ക ബൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്ന ടൈമിന് മക്കൾ വന്നിട്ട് റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരെ ക്ഷമ നശിച്ചിട്ടാണുള്ളത്. വീഡിയോ എടുക്കുന്നുണ്ട്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് നിൽക്കുക, നോർമൽ ഉണ്ടാക്കും പോലെ ഇല്ലല്ലോ. അപ്പം ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. അമ്മൻ കുറച്ച് ദിവസമായി പറയുന്നത് ബൻ മസ്ക ഉണ്ടാക്കി തരുമെന്ന്. പിന്നെ ഇത് വലിയ പണിയൊന്നും ഇല്ലാലും കുറച്ച് ഇൻഗ്രീഡിയൻസിലേ വേണ്ടുള്ളൂ, വേഗം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം കൂടി ഒത്തു വരട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇഫ ചിക്കൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അതങ്ങനെ ഡിലേ ആയിപ്പോയി. അങ്ങനെ ന്യൂട്ടെല്ല ബൺ മസ്കയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ മൈൻഡിൽ ഓരോന്നിങ്ങനെ തോന്നും. അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ലാസ്റ്റ് വരെ പെട്ടെന്ന് തോന്നിയതാണ്, മുന്നേ പ്ലാനിങ് ഒന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് സ്ട്രോബെറി ബൺ മസ്കയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അതായത് നമ്മളെ പിങ്കി ബൺ മസ്ക.
അങ്ങനെ ഞാൻ അതും കൂടി ഇങ്ങനെ ബണ്ണിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബൺ മസ്ക് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ മക്കൾക്ക് സ്നാക്സ് ബോക്സ് ആക്കിയിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ. വൈകുന്നേരം എല്ലാം ചായക്കെല്ലാം വെറുതെ നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. സാധനമെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പണിയുള്ള പരീക്ഷണമെല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ വേഗം കഴിയുന്നതാണ് ആദ്യം ഞാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചല്ലേ ടൈം വേണ്ടുള്ളൂ. അങ്ങനെ 3 ഫ്ലേവറും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 6 എണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റിൻ്റെതും സ്ട്രോബെറീൻ്റെ ഫ്ലേവറും ബാക്കിയുണ്ടെന്നല്ലാണ്ട് ബാക്കിയെല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. സൈഡിലെല്ലാം തേച്ച് കൊടുത്തിട്ടും ബാക്കിയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഷുഗർ പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ മൈൻഡ് തോന്നിയതാണ്, അതാണ് നിങ്ങളോട് പറഞ്ഞത്. ലാസ്റ്റ് വരെ പെട്ടെന്ന് മൈൻഡ് തോന്നിയതാണ്. ഇനി സ്ട്രോബെറീൻ്റെ ഫ്ലേവറിൽ സ്ട്രോബെറീൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടും ഇതുപോലെ മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ഫുഡ് പ്രസൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെങ്കിൽ അത് ഭയങ്കരമായിട്ടൊന്നും ആവലൊന്നുമില്ല. പക്ഷേ ഇത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് അഭിപ്രായം പറ, പ്രസൻറ്റേഷൻ റെഡി ആയിക്കോ ഇല്ലയോ എന്ന്. അങ്ങനെ ഇതിൻ്റെ മുകളിലും കൂടി ഷുഗർ പൊടിച്ചു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഇറാനി ചായ നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പാല് ഒരു കുഞ്ഞ് കെറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചായ ഞാൻ ഒരു കപ്പിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിപ്പ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല കടുപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാലും ഈ ഒരു ചായയും കൂടി മിക്സ് ആക്കിയിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് കുടിച്ചു നോക്കിയാട്ടെ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറെല്ലാം കിട്ടിയിട്ടുണ്ട്. മധുരമെല്ലാം കറക്റ്റാണ്, കൂടുതലൊന്നും മധുരമായി പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഓൾ സ്പൈസസ് ഇതിൽ ഇട്ട് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. നമുക്കിത് ആവി വരുമ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ചായക്ക്. ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി സെറ്റായിട്ടുണ്ട്. യമേൻ്റെ നെല്ലിപ്പലക തകർന്നിട്ട് മക്കളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡും. എനിക്കിത് സക്സസ് ആയിട്ട് കിട്ടിയോണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പിനെസ് ആയിട്ടാണ് ഉള്ളത്. എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കഴിച്ചു നോക്കണം, അത് മാത്രമേ ബാക്കിയുള്ളൂ. വൈകുന്നേരത്തെ ചായക്കെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം കഴിഞ്ഞ് മഗ്‌രിബും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്. ആദ്യം തന്നെ അമനാണ് കഴിച്ചിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചായയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും മക്കളും കട്ടൻ ചായൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കുടിക്കാൻ പറ്റുമോയെന്ന്. പക്ഷെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് കടുപ്പത്തിൻ്റെ ഒന്നും പ്രശ്നമേ ഇല്ല. ഒരു ചോക്ലേറ്റ് ചായ കുടിക്കും പോലെയാണ് ഉള്ളത്. ഇതിൽ ഏതാണ് ടേസ്റ്റ് എന്ന് ചോദിച്ചപ്പം ഓൻ പറഞ്ഞത് ന്യൂട്ടെല്ല ഫ്ലേവറാണ്. കാരണം ഇതിൻ്റെ മുകളിൽ ഞാൻ ഷുഗർ പൊടിച്ചും കൂടി ഇട്ട് കൊടുത്തോണ്ട് ഇത് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു ക്രഞ്ചി ആയിട്ടുണ്ട്. പിന്നീട് സ്ട്രോബെറി ഫ്ലേവറാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളത് നോർമൽ ബട്ടർ ബൺ മസ്കയാണ്. അത് അത്രയും വൈറലായിക്ക് നിങ്ങളോട് പറയേണ്ടയില്ലല്ലോ. ഈ ബൺ മസ്ക നമ്മൾ ചായയിൽ മുക്കി കഴിച്ച് നോക്കിയിട്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നോർമൽ ബൺ മസ്കയാണ് അങ്ങനെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.